നമ്മുടെ CBSE കുട്ടികൾ MCQസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് 10th കുട്ടികളാവട്ടെ 12th കുട്ടികളാവട്ടെ. 12th ആണെങ്കിൽ വീണ്ടും അവരുടെ കോമ്പിറ്റൻസി അതിന്റെ പെർസെന്റേജ് 50% ഉയർത്തിയാക്കുക. അതായത് എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ തന്നെയാണ് നമ്മൾ ഈ കുട്ടികളെ ഈ ഫിസിക്സിലൊക്കെ നമുക്ക് കാണാം. കുട്ടികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുണ്ട്. 10th കുട്ടികൾ മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻ MCQs അവരുടെ അസർഷൻ റീസണിങ് ഇതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഞാൻ ഇന്ന് MCQസിനെ കുറിച്ചാണ് ഞാനൊന്ന് പറയാനുള്ളത്. ഇന്നലെ ഞാൻ 12th റേ ഓപ്റ്റിക്സ് എന്ന് പറഞ്ഞ ആ ചാപ്റ്ററിന്റെ ഒരു MCQs ആണ് ഇന്നലെ ഞാൻ കുട്ടികളെ ചെയ്യിച്ചത്. അപ്പൊ അതിലെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടതിനേക്കാൾ ഹയർ സാധനങ്ങളാണ് ചോദിക്കുന്നത്. എല്ലാം JEEക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനൊക്കെയാണ് MCQസിൽ കിടക്കുന്നത്. 10th CBSE ഇതുപോലെ കുട്ടികൾക്ക് അതോട് അത്ര പരിചയമില്ല. കാരണം അവർ NCERT ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ടൊന്നും MCQs അങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് ഭയങ്കര പ്രശ്നമായിട്ടാണ്. എങ്ങനെ ഇത് സോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പോയിന്റ്. ഒന്നാമത് ഇവർക്ക് വേണ്ടത് NCERT ടെക്സ്റ്റ് ബുക്കിൽ നല്ല സ്ട്രോങ് ബേസ് ഉണ്ടാവണം. അത് 12th ആയിക്കോട്ടെ 10th ആയിക്കോട്ടെ കറക്റ്റ് ഇക്വേഷൻ എന്താണ് ഉപയോഗിക്കുന്നത്, ഏതാണ് ഇക്വേഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ലെറ്ററുകൾ എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇത് വളരെ സ്ട്രോങ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ഇത് പഠിപ്പിക്കുന്ന ടീച്ചർമാരെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ കുട്ടികളെ സോൾവ് ചെയ്ത് കാണിച്ചിട്ട് കാര്യമില്ല. MCQs ഓരോന്നും നമ്മൾ എടുത്തു എത്ര ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് കാര്യമില്ല. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അത് വേണമെങ്കിൽ ഡയഗ്രം ഒക്കെ വരച്ച് നോക്കിയിട്ട് അല്ലെങ്കിൽ പോയിന്റ് ഒക്കെ എടുത്ത് എഴുതിയിട്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, അങ്ങനെ ആ അപ്രോച്ച് ഉണ്ടല്ലോ ക്വസ്റ്റ്യനേക്കുള്ള, അതാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. മൂന്നാമത്തെ പോയിന്റ്, കുട്ടികൾ ഈ ക്വസ്റ്റ്യനുകൾ ധാരാളം കുട്ടികൾ ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്യണം. അത് തന്നെ സോൾവ് ചെയ്യണം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ക്വസ്റ്റ്യൻ എടുത്തു വെക്കണം. അവരുടെ കയ്യിൽ ധാരാളം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവണം. അത് എടുത്തു വെക്കണം. അത് എടുത്തു വെച്ചിട്ട് അവർ തന്നെ സോൾവ് ചെയ്യണം. ഇപ്പൊ യൂട്യൂബോ ടീച്ചർമാരോ ആരും ആയിക്കോട്ടെ, അവർ ചെയ്യുന്നത് ഗൂഗിളിൽ കിടക്കുന്നതൊക്കെ തരുന്ന ആൻസർക്ക് അവർ തന്നത് എങ്ങനെയാണെന്ന് നോക്കരുത്. നമ്മൾ ചെയ്ത് തെറ്റിയ ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം. ഇങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് കുട്ടികൾ സോൾവ് ചെയ്യേണ്ടതുണ്ട്. നാലാമത്തത്, കുട്ടികൾ ഈ ക്വസ്റ്റ്യനുകൾ എന്ന് പറയുന്നത് ഈ ബോർഡിന് ചോദിച്ച ക്വസ്റ്റ്യനുകൾ തന്നെ എടുത്താൽ ബെസ്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് അതിന്റെ ആ പാറ്റേൺ വരുന്നത്, പുതിയ എങ്ങനെയാണ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കിടക്കുന്നത്, ഇതെല്ലാം ഇവര് ചെയ്തു നോക്കിയാൽ നല്ലതാണ്. നമ്മൾ E-Cube നമ്മൾ ചെയ്തത് ഒരു ഫയൽ, നമ്മൾ ഇതുപോലെ ഒരു ഫയൽ നമ്മൾ ഉണ്ടാക്കി. ആ ഫയലില് കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യനുകൾ എല്ലാം അതിനെ സെപ്പറേറ്റ് ചെയ്തു, മൾട്ടിപ്പിൾ ചോയ്സ് ആക്കി. ആ മൾട്ടിപ്പിൾ ചോയ്സ് അപ്പൊ ധാരാളം കിട്ടി. 3 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ഏകദേശം 57 ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഓരോ സെറ്റ് അവർക്കുണ്ട്, 5 സെറ്റ്, ഓരോ സെറ്റിൽ 3 ഉണ്ട്. അത് ചില ക്വസ്റ്റ്യൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ അത് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്ത് എടുത്തിട്ട് വർഷങ്ങളായി ഇങ്ങനെ നമ്മൾ ചെയ്തു വരുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു മെറ്റീരിയൽ, കുട്ടികൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് തന്നെ കൂടെ പാരലായിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് തെറ്റിക്കോട്ടെ, അതിങ്ങനെ തെറ്റട്ടെ, അപ്പൊ കുട്ടികൾ ചെയ്യണം. അങ്ങനെ തന്നെ സോൾവ് ചെയ്താലേ ഇതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അഞ്ചാമത്തെ ആൻഡ് ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറയുന്നത്, കുട്ടികൾ സ്പീഡ് ആവേണ്ടതുണ്ട്. അപ്പൊ ആദ്യം ചെയ്യുമ്പോൾ കുട്ടികൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ഉണ്ടാവില്ല. അപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ പഠിപ്പിക്കാൻ നേരത്ത് ആദ്യ വർഷമൊക്കെ നമുക്ക് സ്പീഡ് ഉണ്ടാവില്ല ഓരോ ക്വസ്റ്റ്യൻ ചെയ്താൽ. അപ്പൊ നമ്മൾ ആദ്യം പയ്യെ സ്ലോ ആയിട്ട് ചെയ്താൽ മതി. കുറച്ച് നാൾ ചെയ്ത് കുറെ ക്വസ്റ്റ്യനുകൾ ചെയ്തു വരുമ്പോൾ നമ്മൾ സ്ലോ എന്നൊക്കെ മാറി നമ്മൾ സ്പീഡ് ആവും. സ്പീഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം MCQസിന് ഒരു സമയമുണ്ട്. ചിലപ്പോൾ 2 മാർക്സിന്റെയും 3 മാർക്സിന്റെ അത്ര സൊല്യൂഷൻ ചിലപ്പോൾ ചെയ്താലേ കിട്ടുള്ളൂ. പക്ഷെ ഇവര് സ്പീഡ് ആവണം. ഈ ഓപ്ഷനൊക്കെ തന്നേക്കാൻ നോക്കാനൊക്കെയുള്ള ഒരു അത് കുറച്ച് ചെയ്യുമ്പോൾ തന്നെയാവും. അപ്പൊ അതോടെ അവരുടെ മനസ്സിലുണ്ടാവണം. ഇത്രയും പോയിന്റുകൾ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബോർഡ് എക്സാമിന്റെ MCQs നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ലെറ്റ് ദ സ്റ്റുഡൻസ് തിങ്ക് ലൈക്ക് സയന്റിസ്റ്റ്. താങ്ക് യു.